ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. നാവിനെ കൊതിപ്പിക്കുന്ന രുചികളും ഒളിച്ചിരിക്കുന്ന വിപത്തുകളും. കേരളീയരുടെ ഭക്ഷണശീലങ്ങളിൽ ഹോട്ടൽ ഭക്ഷണത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. ജോലി തിരക്കുകൾ കൊണ്ടും വിനോദയാത്രകൾ കൊണ്ടും നാവിൽ കപ്പലോടിക്കുന്ന രുചികൾ തേടിയും നമ്മൾ പലപ്പോഴും ഹോട്ടലുകളെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ നാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഈ രുചികൾക്ക് പിന്നിൽ വലിയൊരു ആരോഗ്യ ഭീഷണി ഒളിച്ചിരിപ്പുണ്ടെന്ന കാര്യം പലരും തിരിച്ചറിയുന്നില്ല. വൃത്തിഹീനമായ അന്തരീക്ഷം, പഴകിയ ഭക്ഷണങ്ങളുടെ പുനരുപയോഗം, കൃത്രിമ രാസവസ്തുക്കൾ എന്നിവയെല്ലാം ഇന്ന് പല ഹോട്ടൽ അടുക്കളകളിലെയും പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. രുചിയുടെ പേരിൽ വിളമ്പുന്ന പല വിഭവങ്ങളും രോഗങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നതിന് തുല്യമായി മാറിയിരിക്കുന്നു. ലാഭമുണ്ടാക്കാൻ പല പ്രമുഖ ഹോട്ടലുകളും ദിവസങ്ങൾ പഴകിയ മാംസവും മീനും മറ്റു ഭക്ഷണ സാധനങ്ങളും ഫ്രീസറിൽ സൂക്ഷിച്ച് വീണ്ടും ചൂടാക്കി വിളമ്പുന്നുണ്ട്. ഫ്രീസറിൽ വെച്ചതുകൊണ്ട് മാത്രം ഭക്ഷണം സുരക്ഷിതമാകില്ല. ഇത് വീണ്ടും ചൂടാക്കുമ്പോൾ ബാസിലസ് സിറിയസ്, സാൽമണല്ല തുടങ്ങിയ മാരക ബാക്ടീരിയകൾ അതിവേഗം വളരുകയും കടുത്ത ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രദീപ് കുമാർ വി.കെ. ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. WHO പറഞ്ഞിരിക്കുന്നതിനെ ഫുഡ് സേഫ്റ്റി ഈസ് എവരിവൺസ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. ജലജന്യ രോഗങ്ങൾ, ഭക്ഷണത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ, ഇതെല്ലാം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഷിഗല്ല വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വെള്ളത്തിന്റെ ശുദ്ധത കുറവാണ്. വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ഷിഗല്ല ബാക്ടീരിയ കാണുന്നത്. വെള്ളം ഒരു 5 മിനിറ്റെങ്കിലും വെട്ടിത്തിളച്ച ശേഷം അത് ചൂടാറിയ ശേഷം ഉപയോഗിക്കാനും വേണ്ട. എന്നാൽ മാത്രമേ ഷിഗല്ല ബാക്ടീരിയ പോലുള്ള ബാക്ടീരിയകൾ നശിച്ചു പോവുകയുള്ളൂ. ഇന്ന് ഭക്ഷ്യസുരക്ഷ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സിന്തറ്റിക് ഫുഡ് കളർ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹോട്ടലുകാരാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചില കാറ്ററിംഗുകാർ അത് അനുവർത്തിച്ചു വരുന്നുണ്ട്. പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളറുകളുടെയും കെമിക്കലുകളുടെയും വ്യാപകമായ ഉപയോഗം ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമായെന്ന് വരാം. ലോകാരോഗ്യ സംഘടന കേരളത്തെ ഹാർട്ട് ഡിസീസിന്റെ കേന്ദ്രം എന്നാണ് വിളിക്കുന്നത്. ഹാർട്ടിന്റെ മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തില് കിഡ്നി രോഗങ്ങള്, ലിവർ സിറോസിസ്, ഡിപ്രഷൻ എന്ന് വേണ്ട സ്റ്റെറിലിറ്റി വരെ വരുന്നതിന് കാരണമാകാം ഭക്ഷണത്തിൽ നിന്നാണ് പറയപ്പെടുന്നത്. കൃത്രിമ നിറങ്ങളെ പാടെ വർദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു ഭക്ഷ്യവസ്തുവിലും കൃത്രിമ നിറങ്ങൾ ചേർക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ എല്ലായിടത്തും പോയി ചോദിച്ചാലും ചിക്കൻ വിഭവങ്ങൾ, പ്രത്യേകിച്ച് ചില്ലി ചിക്കൻ, ബിരിയാണി, ഫിഷ് ഫ്രൈ, ഇതിലൊക്കെ ചുമന്ന നിറത്തിലാണ് കാണുന്നത്. അത് ഒരു തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളറാണ്. അത് നമ്മുടെ ശരീരത്തിൽ ദീർഘകാലം ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് കാഴ്സനോജിനസ് ആയിട്ട് മാറാമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇതിൽ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കളർ കുറഞ്ഞ സാധനങ്ങൾ അവരും ഇഷ്ടപ്പെടുന്നില്ല. ചില ബേക്കറിക്കാരൊക്കെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന് പരിശോധനയ്ക്ക് എത്തുമ്പോൾ പറയാറുണ്ട് ആളുകൾ വാങ്ങുന്നില്ല എന്നുള്ളത്. അതായത് കസ്റ്റമർ തന്നെയാണ് കച്ചവടക്കാരനെ കൊണ്ടും മാനുഫാക്ചറെ കൊണ്ടും ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഭക്ഷണത്തിന് അമിത രുചിയും ആകർഷകമായ നിറവും നൽകാൻ കെമിക്കലുകൾ വാരിത്തൂവുന്നതാണ് മറ്റൊരു വില്ലൻ. അജിനോമോട്ടോ അഥവാ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, രാസവസ്തുക്കളടങ്ങിയ സോസുകൾ, കൃത്രിമ നിറങ്ങൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇത് തുടർച്ചയായി ശരീരത്തിലെത്തുന്നത് തലവേദന, അമിതവണ്ണം, കരൾ രോഗങ്ങൾ, കുട്ടികളിലെ ബുദ്ധിവികാസക്കുറവ് എന്നിവയ്ക്ക് കാരണമാകും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് വരെ നയിച്ചേക്കാം. പത്തനംതിട്ട അടൂരിൽ നിന്നും ഡോക്ടർ പ്രേംരാജൻ. എന്നാൽ രുചിക്ക് മാത്രം പ്രാധാന്യം നൽകി നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഈ ആഹാരം എത്രത്തോളം സുരക്ഷിതമാണെന്ന് നാം ചിന്തിക്കാറുണ്ടോ? വൃത്തിഹീനമായ സാഹചര്യങ്ങൾ പാകം ചെയ്യുന്നതും ശരിയായ രീതിയിലല്ല സൂക്ഷിക്കുന്നതുമായ ഭക്ഷണം വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഭക്ഷണത്തിലൂടെ അനേകം രോഗാണുക്കളാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വൃത്തിഹീനമായ ഭക്ഷണം കഴിച്ചാൽ സാധാരണയായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെയാണ്: കഠിനമായ വോമിറ്റിംഗ്, വയറിളക്കം, കഠിനമായ വയറുവേദന. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെട്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ തുടങ്ങിയ രോഗങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഭക്ഷ്യവിഷബാധയിലെ വിഷാംശം രക്തത്തിൽ കലരുകയും അത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ജീവന് തന്നെ ഭീഷണിയാകുകയും ചെയ്യാറുണ്ട്.
കേരളത്തിൽ അടുത്ത കാലത്തായി നമ്മൾ ഏറെ ഭീതിയോടെ കേട്ട ഒരു പേരാണ് ഷിഗല്ല. ഷിഗല്ല ഡിസെൻട്രി എന്നൊരു ബാക്ടീരിയ പടർത്തുന്ന രോഗമാണിത്. ഷിഗല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ കഠിനമായ വയറുവേദന, ഉയർന്ന പനി, മലത്തോടൊപ്പം രക്തവും ഉണ്ടാവുക. മലിനമായ വെള്ളത്തിലൂടെയും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൂടെയുമാണ് ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ എത്തുന്നത്. ഹോട്ടലുകളിലെയോ തട്ടുകടകളിലെയോ ഉള്ള ജീവനക്കാർ മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ വൃത്തിയായി കഴുകാതെ ആഹാര സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. മുതിർന്നവരെ അപേക്ഷിച്ച് പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികളെയാണ് ഷിഗല്ല രോഗം കൂടുതലായി ഗുരുതരമായി ബാധിക്കുന്നത്. അതിനാൽ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. പുറത്തുനിന്നും ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്ഥാപനത്തിന്റെ ശുചിത്വം, ഭക്ഷണം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഹോട്ടൽ, അതിന്റെ പരിസരം, വിതരണം ചെയ്യുന്ന പാത്രങ്ങൾ എന്നിവ വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. വേവിക്കാത്ത മുട്ട ചേർത്തുണ്ടാക്കുന്ന മയണൈസ് പോലുള്ളവ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുള്ളവയാണ്. കൃത്യമായ താപനിലയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവയിൽ മാരകമായ സാൽമണല്ല ബാക്ടീരിയകൾ വളരാൻ സാധ്യതയുണ്ട്. അതിനാൽ പുറത്തുനിന്നും ഇവ പരമാവധി ഒഴിവാക്കുക. യാത്രകളിൽ കൈകളിൽ എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം കരുതുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറി സലാഡുകൾ ശരിയായ രീതിയിൽ കഴുകിയതാണോ എന്ന് ഉറപ്പില്ലെങ്കിൽ അവ ഒഴിവാക്കി നന്നായി വെന്ത ആഹാരങ്ങൾ മാത്രം കഴിക്കുക. ഹോട്ടലുകളിൽ ഭക്ഷണം വിളമ്പുന്നവരും പാകം ചെയ്യുന്നവരും നഖങ്ങൾ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടോ എന്നും കൈകൾ സോപ്പിട്ട് കഴുകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ആരോഗ്യവാനായ ഒരു വ്യക്തിയും ആരോഗ്യമുള്ള ഒരു സമൂഹവുമാണ് നമ്മുടെ ലക്ഷ്യം. ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ രുചിയേക്കാൾ നമ്മുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുക. ഭക്ഷണശാലകളിൽ പാചകത്തിനും കുടിക്കാനും പലപ്പോഴും കൃത്യമായി ശുദ്ധീകരിക്കാത്ത വെള്ളം ഉപയോഗിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. തിളപ്പിച്ചാറ്റിയ വെള്ളം എന്നു പറഞ്ഞു നൽകുന്നതിൽ പലതും പകുതി മാത്രം ചൂടായ പൈപ്പ് വെള്ളമായിരിക്കും. വൃത്തിഹീനമായ കൈകൾ കൊണ്ട് പാത്രങ്ങൾ കൊണ്ടും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതും സ്ഥിതി സങ്കീർണമാക്കുന്നു. മലിനജലത്തിലൂടെയും ഈച്ചകൾ വഴിയും മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, അതിസാരം എന്നിവ അതിവേഗം പടർന്നു പിടിക്കുന്നു. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രതിസന്ധിയായ ഷിഗല്ലയ്ക്ക് കാരണവും ഇതുതന്നെയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താവിന് പല ഹോട്ടലുകളും കൃത്യമായ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലുകൾ നൽകാൻ തയ്യാറാകുന്നില്ല. വെറും ഒരു കയ്യക്ഷരക്കടലാസോ അല്ലെങ്കിൽ ബില്ലേ ഇല്ലാതെയോ ആണ് കച്ചവടം. ഇത് വെറും നികുതി വെട്ടിപ്പ് മാത്രമല്ല, ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയോ മറ്റ് അസുഖങ്ങളോ ഉണ്ടായാൽ ഉപഭോക്താവിന് നിയമപരമായി പരാതി നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. കൃത്യമായ ബില്ലില്ലെങ്കിൽ നിയമ നടപടികളിൽ നിന്ന് ഹോട്ടലുകൾക്ക് എളുപ്പം രക്ഷപ്പെടാം. ഹോട്ടലുകളിൽ നിന്ന് ബില്ലുകൾ വാങ്ങേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലീഗൽ മെട്രോളജി വകുപ്പ് കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി കൺട്രോളർ ബിനു ബാലക്. നാം ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബില്ല് നിർബന്ധമായി വാങ്ങണം. പലരും ബിൽ വാങ്ങാതെ മടങ്ങുകയാണ് പതിവ്. എന്നാൽ ബിൽ എന്നത് വെറും പണമടച്ചതിൻ്റെ രേഖ മാത്രമല്ല, ഉപഭോക്താവിൻ്റെ നിയമപരമായ അവകാശം തെളിയിക്കുന്ന പ്രധാന രേഖ കൂടിയാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ടോ ബില്ലുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പരാതി പിന്നീട് ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ബില്ല് വളരെ പ്രധാനപ്പെട്ട തെളിവായിരിക്കും. ഇന്ന് പല ബില്ലുകളും തെർമൽ പേപ്പറിലാണ് അച്ചടിക്കുന്നത്. ഇത്തരം ബില്ലുകളെ അച്ചടിച്ച മഷി കാലക്രമേണ മാഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനാൽ ബിൽ ലഭിച്ച ഉടൻ അതിൻ്റെ ഒരു ഫോട്ടോ മൊബൈലിലെടുത്ത് സൂക്ഷിക്കുന്നത് വളരെ നല്ല ശീലമാണ്. ആവശ്യമെങ്കിൽ കോടതിയിലോ ഉപഭോക്തൃ തർക്ക പരിഹാര സെല്ലിലോ മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിലോ അത് തെളിവായി ഹാജരാക്കാൻ ഇതിലൂടെ സാധിക്കും. ഇന്ന് പല റെസ്റ്റോറൻറ്റുകളും ഫ്രഞ്ച് ഫ്രൈസ്, ശീതളപാനീയങ്ങൾ തുടങ്ങിയവ സ്മോൾ, മീഡിയം, ലാർജ് എന്നീ അളവുകളിലാണ് വിൽക്കുന്നത്. ഇത്തരം അളവുകൾ റെസ്റ്റോറൻറ്റ് ഇഷ്ടാനുസരണം നിശ്ചയിക്കാവുന്നതല്ല. ഇതിലെ ഓരോ തൂക്കം അല്ലെങ്കിൽ അളവ് വിതരണം നടത്തേണ്ടത് സ്റ്റാൻഡേർഡ് യൂണിറ്റുകളിൽ മാത്രമായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും വിൽക്കുന്ന പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, റെഡി ടു ഗെറ്റ് പാഴ്സൽ ഭക്ഷ്യവസ്തുക്കൾ ലീഗൽ മെട്രോളജി പാക്കേജ് കമ്മ്യൂണിറ്റി റൂൾസിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഇതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. എന്നാൽ ഉപഭോക്താവിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ പാക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നിയമപ്രകാരം ആവശ്യമായ എല്ലാ പ്രഖ്യാപനങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ഉൽപ്പന്നത്തിൻ്റെ പേര്, നെറ്റ് ക്വാണ്ടിറ്റി, പരമാവധി ചില്ലറ വില അതായത് MRP, നിർമ്മാതാവിൻ്റെ വിവരങ്ങൾ, പാക്ക് ചെയ്ത തീയതി, യൂണിറ്റ് സെയിൽ പ്രൈസ്, പരാതികൾ അറിയിക്കാനുള്ള വിവരങ്ങൾ എന്നിവ കൃത്യമായി ഉണ്ടായിരിക്കണം. പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ പാക്കിംഗ് രജിസ്ട്രേഷൻ നിർബന്ധമായി എടുക്കേണ്ടതാണ്. ആയത് വകുപ്പിൻ്റെ LMOMS പോർട്ടൽ മുഖേന വ്യാപാരികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മറ്റു നിർമ്മാതാക്കളുടെ പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വ്യാപാരികൾ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പരമാവധി ചില്ലറ വിലയേക്കാൾ അത് MRPയേക്കാൾ കൂടുതൽ വില ഈടാക്കാൻ നിയമപരമായി അനുവാദമില്ല. നിർമ്മാതാവ് രേഖപ്പെടുത്തിയിട്ടുള്ള പരമാവധി വിൽപ്പന വില മറയ്ക്കാനോ തിരുത്താനോ പാടുള്ളതല്ല. ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ പരിധിയിൽ വരുന്ന പരാതികൾ 1800
425 ടോൾ ഫ്രീ നമ്പർ വഴി അറിയിക്കാവുന്നതാണ്. കൂടാതെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ സുതാര്യ മൊബൈൽ ആപ്പ് വഴിയും പരാതികൾ സമർപ്പിക്കാം. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ ആവശ്യമാണ്. മുൻകൂട്ടി അറിയിക്കാതെയുള്ള പരിശോധനകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പകൽ സമയങ്ങളിൽ മാത്രമല്ല, ഹോട്ടലുകൾ അടുത്ത ദിവസത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന രാത്രികാലങ്ങളിലും പുലർച്ചെയും പരിശോധന നടത്തണം. കൃത്യമായ പ്രിന്റഡ് ബില്ലുകൾ നൽകാത്ത ഹോട്ടലുകൾക്കെതിരെ കനത്ത പിഴ ഈടാക്കുക, പാചകക്കാർക്കും ജീവനക്കാർക്കും പകർച്ചവ്യാധി ഇല്ല എന്ന് ഉറപ്പാക്കുന്ന ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുക, എല്ലാ ഹോട്ടലുകളുടെയും മുന്നിൽ അവരുടെ അടുക്കളയുടെ വൃത്തി വ്യക്തമാക്കുന്ന കളർ കോഡഡ് ഹൈജീൻ സ്റ്റിക്കറുകൾ നിർബന്ധമാക്കുക തുടങ്ങിയ നടപടികൾ കർശനമായി നടപ്പിലാക്കേണ്ടതുണ്ട്. ഉപഭോക്താക്കൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും മായം കണ്ടെത്തുകയോ പഴകിയതാണെന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ അതിന്റെ ചിത്രങ്ങളോ വീഡിയോയോ മൊബൈലിൽ പകർത്തുക, പണം നൽകിയതിന്റെ പ്രിന്റഡ് ബില്ല് വാങ്ങി സൂക്ഷിക്കുക തുടങ്ങിയ മുൻകരുതലുകളും കൈക്കൊള്ളണം. സംഭവം നടന്ന ഉടൻ തന്നെ ഹോട്ടലിന്റെ പേരും സ്ഥലവും സഹിതം സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറായ 1800-425-1125 എന്ന നമ്പറിലോ foodsafetykerala@gmail.com എന്ന ഇമെയിലിലോ പരാതി നൽകുക. ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഡോക്ടറെ കാണിച്ച കുറിപ്പടിയും മെഡിക്കൽ ബില്ലുകളും സൂക്ഷിക്കുക. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റിട്ടയേർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രദീപ് കുമാർ VK. പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചെയ്യാവുന്ന ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച ശേഷം അത് റണ്ണിങ് വാട്ടറിൽ, അതായത് ടാപ്പ് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മിക്കവാറും അതിലെ കീടനാശിനികളൊക്കെ ഇല്ലാതെയാവും. 2 മണിക്കൂറിൽ കൂടുതൽ ഒരു ഭക്ഷ്യവസ്തുവും പ്രിപ്പയർ ചെയ്ത ശേഷം പുറത്തു വെക്കാൻ പാടില്ല. ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറിനോ ഉള്ളിൽ അത് പുറത്തു വെച്ച ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കണം. ഒരു ദിവസം 24 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാവൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഡിഗ്രി മുതൽ 65 ഡിഗ്രി വരെ ഊഷ്മാവില് ഭക്ഷണത്തിന് ഡേഞ്ചർ സോൺ എന്നാ പറയാം. ഫ്രിഡ്ജിൽ 5 ഡിഗ്രിയിൽ താഴെയും ഫ്രീസറാണെങ്കിൽ -18 ഡിഗ്രിയിലും വേണം ഇത് സൂക്ഷിക്കാൻ. പ്രത്യേകിച്ച് മീൻ ഇറച്ചിയൊക്കെ -18 ഡിഗ്രി സെൽഷ്യസിൽ വേണം സൂക്ഷിക്കേണ്ടത്. പ്രിപ്പയർ ചെയ്ത ഫുഡ് വീണ്ടും എടുത്ത് ഉപയോഗിക്കുമ്പോഴത് നല്ലവണ്ണം ചൂടാക്കി ഏകദേശം 65 ഡിഗ്രി ഊഷ്മാവിലെങ്കിലും ചൂടാക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഇതെല്ലാം വീടുകളിലും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹോട്ടൽ ഭക്ഷണത്തിലെ സുരക്ഷിതത്വം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ ശുചിത്വവും. പലപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിലൂടെയും അശ്രദ്ധ കാരണവും വിരശല്യം, വയറിളക്കം, ഭക്ഷ്യവിഷബാധ എന്നിവ ഉണ്ടാകാറുണ്ട്. വീടുകളിൽ ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കാൻ പാചകം തുടങ്ങുന്നതിന് മുൻപും പച്ചക്കറികളും ഇറച്ചിയും അരിഞ്ഞതിന് ശേഷവും കൈകൾ സോപ്പിട്ട് 20 സെക്കൻഡെങ്കിലും നന്നായി കഴുകുക. ഭക്ഷണം പാകം ചെയ്യുന്നവർ കൈകൾ വൃത്തിയായി കഴുകിയ ശേഷം മാത്രം പാചകം ചെയ്യാൻ ശ്രദ്ധിക്കുക. ശുചിമുറികൾ ഉപയോഗിച്ച ശേഷം കൈകളുടെ ശുചിത്വം ഉറപ്പാക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴും കൈകളുടെ ശുചിത്വം ഉറപ്പാക്കേണ്ടത് ഏറെ പ്രധാനമാണ്. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന സ്പൂൺ, ഫോർക്ക്, ഗ്ലാസ്, പ്ലേറ്റുകൾ എന്നിവയും അണുവിമുക്തമാക്കണം. ഹോട്ടലുകളിലെ ലാഭക്കുതിയും നമ്മുടെ വീട്ടിലെ ചെറിയ അശ്രദ്ധകളും ഒരുപോലെ മാറ്റിവെക്കേണ്ട സമയമാണിത്. പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണത്തിൽ ഗുണനിലവാരവും കൃത്യമായ ബില്ലും ചോദിച്ചു വാങ്ങാൻ ഉപഭോക്താക്കൾ തയ്യാറാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ അടുക്കളകളെ രോഗാണുവിമുക്തമായി സൂക്ഷിക്കേണ്ടത് കുടുംബത്തിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഭക്ഷണം ഔഷധമാകേണ്ടിടത്ത് അത് വിഷമായി മാറാതിരിക്കാൻ അധികാരികളുടെ കർശനമായ നിയമപാലനവും പൊതുജനങ്ങളുടെ കൃത്യമായ ജാഗ്രതയും ഒത്തുചേരേണ്ടതുണ്ട്. സുരക്ഷിതമായ ആഹാരം കഴിക്കുക എന്നത് കേവലം ഒരു ശീലമല്ല, മറിച്ച് നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള അവകാശമാണ്. വൃത്തിയുള്ള അടുക്കളയും വിട്ടുവീഴ്ചയില്ലാത്ത ഭക്ഷണ ശുചിത്വവുമാകട്ടെ നാളെയുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള നമ്മുടെ ആദ്യ ചുവടുവയ്പ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.